ഹലോ ഹായ് എവരിബഡി, എല്ലാവർക്കും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള അൾട്ടിമേറ്റ് സ്റ്റോക്ക് ട്രേഡിംഗ് കോഴ്സിലേക്ക് പിന്നെ നമ്മൾ ചെയ്യാൻ പറഞ്ഞു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നുള്ള കോഴ്സാണ് ഇന്ന് മുതൽ നമ്മുടെ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറേ പേര് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. കുറച്ച് പേർക്കൊക്കെ ക്രിപ്റ്റോയിലോ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ട്രേഡിംഗ് ഒക്കെ അറിയായിരിക്കും. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്നുള്ളൊരു അൾട്ടിമേറ്റ് കോഴ്സാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അഞ്ജന. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കാര്യം നമ്മൾ പോവാണ് അല്ലേ. അപ്പം എന്താണ് ഒരു സ്റ്റോക്ക് എന്ന് നമുക്ക് ആദ്യം നോക്കണം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് റിലയൻസിൻ്റെ ഇൻഡസ്ട്രി എടുക്കുക. അപ്പം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുക എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി നമ്മൾ ആ റിലയൻസിൻ്റെ ഓണർ ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓണർ ആവുകയാണ് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ഷേ അതിൻ്റെ ഒരു മൈനോറിറ്റി പാർട്ട് മാത്രമാണ് നമ്മൾക്ക് എന്ത് കിട്ടുക, അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുക. നമ്മളതിൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ നമ്മളാവുകയാണ് ചെയ്യുന്നത്. എത്ര പെർസെൻറ്റേജൊക്കെ നോക്കിയാൽ എന്ന് പറയാൻ കണക്ക് നോക്കിയാൽ നമുക്ക് കറൻ്റ് ഇപ്പം റിലയൻസിൻ്റെ മാർക്കറ്റ് പ്രൈസ് വന്നത് 2582 റുപ്പീസാണ്. അപ്പം ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 17,46,000 സംതിങ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് നമ്മുടെ ഷെയർ എത്രയാണ് അതിൽ? നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2582 ഡിവൈഡഡ് ബൈ ഇത് 17,46,000 ക്രോഡ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതാണ് എത്ര നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഓണർഷിപ്പിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. അത്രയും ഇതിലാണ് നമുക്ക് എന്തുള്ളൂ, നമുക്ക് ഷെയർ ഉള്ളൂ. നമുക്ക് ഒരു സ്റ്റോക്കല്ല വാങ്ങിക്കാൻ പറ്റുക, കുറേ കൂടുതൽ സ്റ്റോക്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എന്താണ് സ്റ്റോക്ക് വാങ്ങിക്കുക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി. നമ്മളതിൻ്റെ ഓണർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വാങ്ങിക്കുന്നത്? നമുക്കൊരു എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് മെയിൻലി 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. മെയിൻലി ഞാൻ പറഞ്ഞ 2 നമുക്ക് സെബീൻ്റെ ഇതിൽ അണ്ടറിൽ വരുന്നത് 7 വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മെയിൻലി നമ്മൾ NSEയും അതുപോലെ അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് ഇന്ത്യയിൽ നോക്കുന്നത്. ഇപ്പോൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ട്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ട്, സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ചേഞ്ചുകളാണ് എന്ത്? ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ സ്റ്റോക്കുകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ സ്റ്റോക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് സെക്ടർ ബൈ വൈസ് ആണ്. സെക്ടർ ബൈ വൈസ് എന്ന് പറയുന്നത് അതിനകത്തും അതായത് ഫിനാൻഷ്യൽ, ഇൻഡസ്ട്രിയൽ, ഇൻഫർമേഷൻ ടെക്നോളജി, ഹെൽത്ത് കെയർ, യൂട്ടിലിറ്റി, അതേപോലെ ഡിഫറെൻറ്റ്. അതേപോലെ ഇന്ത്യയിലുള്ളത് 11 ടൈപ്സ് ഓഫ് സെക്ടേഴ്സ് ഓഫ് കാറ്റഗറീസ് ആണോ ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിലും നമ്മുടെ സ്റ്റോക്സിനെ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ക്ലാസിഫൈ ചെയ്യുന്ന 3 ടൈപ്പിലാണ് മെയിൻലി. ഒന്ന് ലാർജ് ക്യാപ് സ്റ്റോക്സ് പറയും, മിഡിൽ ക്യാപ് സ്റ്റോക്സ് പറയും, അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സ് പറയും. ഈ ലാർജ് ക്യാപ് സ്റ്റോക്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 50,000 ക്രോഡ്സിനേക്കായി മേലെ വരുന്ന കമ്പനീസിനെയാണ് നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഇനി മിഡിൽ ക്യാപ് സ്റ്റോക്സ് എന്ന് പറയുന്നത് 5,000 to 50,000 ഇടയ്ക്ക് വരുന്ന സ്റ്റോക്സിനെയാണ് എന്ത് പറയുന്നത്? മിഡിൽ ക്യാപ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ ബിലോ 5,000 ക്രോഡ്സിനെ കുറഞ്ഞു വരുന്ന കമ്പനീസിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ സ്മോൾ ക്യാപ് കമ്പനീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെനി സ്റ്റോക്സ് എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? അതെന്ന് പറയുന്നത് എത്രയാണ്? വെറും തുച്ഛമായ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന സ്റ്റോക്സിനെയാണ് പെനി സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതായത് ചിലപ്പം 1 രൂപ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 10 രൂപ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 20 രൂപ ഉണ്ടാവുള്ളൂ. അങ്ങനെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്റ്റോക്സിനെ നമ്മൾ എന്ത് പറയും? പെനി സ്റ്റോക്സ് എന്ന് പറയും. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് എന്തൊക്കെയാണ്? എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് സ്റ്റോക്ക്, നമുക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണോ ഉള്ളത്, അതുപോലെ നമ്മൾക്ക് എന്തൊക്കെ സെക്ടർ വൈസ് നമുക്കൊരു സ്റ്റോക്കിനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം കണ്ടു. ഇനി നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മൾ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ഈ ട്രേഡിങ്ങിന് ഒന്നെങ്കിൽ ഒരാളത് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സൈഡ് വൈസ് ആയിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് ട്രേഡിങ്ങിനെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലേ?
അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇതിന് ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിങ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എമൗണ്ട് നമുക്ക് ഹയർ റേറ്റിൽ നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ വെൽത്ത് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമുക്കൊരു പാർഷ്യൽ ഇൻകം അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡറി ഇൻകം അല്ലെങ്കിൽ നമുക്കൊരു മെയിൻ ഇൻകം എന്ന രീതിയിൽ നമുക്ക് അതിന് ബിസിനസ്സായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കുക? ഇപ്പം സപ്പോസ് ഐ ആം എ ബയർ എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കെന്ത് ചെയ്യണം, സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം. എനിക്ക് ഇന്ന സ്റ്റോക്കിൻ്റെ ഇത്ര ഷെയർ വേണം എന്നുള്ളൊരു ഓർഡർ നമ്മൾ ആർക്ക് കൊടുക്കും? നമ്മുടെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, അതാണ് ബ്രോക്കർ. ബ്രോക്കർ എന്ത് ചെയ്യും, ആ ഓർഡർ കൺഫേം ചെയ്ത് ആർക്ക് കൊടുക്കും? എക്സ്ചേഞ്ചിന് കൊടുക്കും. അപ്പോൾ എക്സ്ചേഞ്ച് എന്ത് ചെയ്യും, തിരിച്ച് അത്രയും ഓർഡേഴ്സ് നമുക്ക് ബ്രോക്കറിന് കൊടുക്കും. ബ്രോക്കർ അത് നമുക്ക് അത് തരും. അങ്ങനെയാണ് ഈ ട്രേഡ് നമ്മൾ വാങ്ങിക്കുന്നത്. അതായത് ഒരു ബയർ ഉണ്ടാവും, ഒരു ബ്രോക്കർ ഉണ്ടാവും, ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവും. അപ്പം ബയർ എന്ത് ചെയ്യും, അവരുടെ ഓർഡർ ബ്രോക്കറിന് പാസ് ചെയ്യും. ബ്രോക്കർ അത് എക്സ്ചേഞ്ചിലേക്ക് വയ്ക്കും. എപ്പോഴാണോ ഓർഡർ കൺഫേം ചെയ്യുന്നത് അപ്പോഴാണ് എക്സ്ചേഞ്ച് ഇത് ബ്രോക്കർക്ക് കൊടുത്ത് പിന്നെ ബ്രോക്കർ നമുക്ക് തരും. അങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് വാങ്ങിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കൊരു ട്രേഡ് വാങ്ങുന്നതിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എല്ലാവരും പറയും എനിക്ക് ഇത്ര ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇത്ര തൗസൻഡ്സ് ഓഫ് മണീസ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി. എങ്ങനെയാണ്, ഏതൊക്കെ മെത്തേഡിലൂടെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, ഒരു ട്രേഡ് വാങ്ങിയ പ്രോഫിറ്റ് കിട്ടുക നോക്കാം. അതായത് ഇപ്പോൾ ഒരു ട്രേഡ് നമ്മളിപ്പോൾ റിലയൻസിൻ്റെ കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾ റിലയൻസിൻ്റെ വില താഴെ പോകുമ്പോൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ വില മേലെ ആകുമ്പോൾ വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പ്രോഫിറ്റ്. റിലയൻസിൻ്റെ വില ഒരു 150 rupees ആയിരുന്നു, അത് താഴോട്ട് വന്ന് അത് 100 rupees ആയി. അപ്പോൾ ആ 100 rupees നമ്മൾ ബൈ ചെയ്ത് പിന്നെ അത് 200 rupees ആകുമ്പോൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് ബൈ ലോ ആൻഡ് സെൽ ഹൈ എന്ന് പറയും. കുറഞ്ഞ വിലയിൽ വാങ്ങിയിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുക, സാധാരണ നോർമൽ ബിസിനസ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ വരുന്ന വഴിയാണ് ബൈ ഹൈ ആൻഡ് സെൽ ഹയർ. അതാണ് നമുക്ക് മിക്ക ട്രേഡേഴ്സിനും അറിയില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്കതിനെ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് എന്ന് പറയും. അതൊരു പർട്ടിക്കുലർ ഇപ്പോൾ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്യുന്ന സ്റ്റോക്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് നല്ലൊരു ബ്രേക്ക് ഔട്ട് തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വാങ്ങാം. എന്നിട്ട് അതിൻ്റെ വില അതിനേക്കാൾ കൂടുതലായി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വിൽക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ കാര്യങ്ങളെല്ലാം റിലയൻസ് വഴി നമുക്ക് കാണിക്കാം. അപ്പം അവൾ പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഏത് മെത്തേഡിൽ കൂടിയാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ പ്രോഫിറ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് മെയിൻലി പറയുകയാണെങ്കിൽ 3 മെത്തേഡ്സ് ഉണ്ട്. അതായത് ഒന്ന് നമുക്ക് നമ്മുടെ മണി ഇന്ത്യൻ റുപ്പയെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ 100 രൂപയുടെ ഒരു ഷെയർ വാങ്ങി ആ പ്രൈസ് 150 രൂപയിൽ വിറ്റു. അപ്പോൾ എന്ന് പറയുന്നത് 100 രൂപ കൊടുത്ത് എനിക്ക് എത്ര രൂപ ലാഭം കിട്ടി, 50 രൂപ ലാഭം കിട്ടി. ഓക്കെ. അതായത് 100 രൂപ മുടക്കിയപ്പോൾ എനിക്ക് 50 രൂപ ലാഭം കിട്ടി. അതാണ് മണീൻ്റെ കേസിൽ നമ്മൾ പറയുന്നത്, റുപ്പയുടെ കേസിൽ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അതെന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ആയിട്ടും പറയാം അല്ലേ. അതായത് ഞാൻ 100 രൂപയുടെ തന്നെ ഒരു ഷെയർ വാങ്ങിച്ചു, അത് 150 രൂപയ്ക്ക് വിറ്റു. അതായത് എനിക്ക് 100 രൂപ കൊടുത്തപ്പോൾ കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 50 രൂപയാണ്. അതായത് എൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, അപ്പോൾ 50. എനിക്ക് കിട്ടിയ ലാഭം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ അതിൻ്റെ കോസ്റ്റ് 100 rupees ആയിരുന്നു ഒരു ഷെയറിൻ്റെ വാല്യൂ. അപ്പോൾ എത്രയാണ്, എനിക്ക് 50% അവിടെ ലാഭം കിട്ടി. അങ്ങനെയാണ് നമ്മൾ എന്തിനാ പെർസെൻറ്റേജിൽ പറയുക. അതായത് എനിക്ക് 100 രൂപ മുടക്കിയപ്പോൾ 150 രൂപ ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, 100 രൂപ മുടക്കി ഞാൻ 150 രൂപയ്ക്ക് ആ ഷെയർ വിറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് 50% ആ സ്റ്റോക്കിൽ എനിക്ക് ലാഭം കിട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതേപോലെ അടുത്ത മെത്തേഡാണ് R മൾട്ടിപ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. അതായത് നമുക്ക് റിസ്ക് ടു റിവാർഡ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. സെയിം ഷെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 100 രൂപയുടെ ഒരു ഷെയർ ഉണ്ടായിരുന്നു, ആ ഷെയർ നമ്മൾ 150 രൂപയ്ക്ക് വിറ്റു. അതായത് 100 രൂപ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര രൂപയാണ്, 50 രൂപയാണ്. അതായത് 1 രൂപ മുടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 പൈസയാണ്. അതായത് 1:0.5 എന്നുള്ളൊരു റേഷ്യോ ആണ് വരുന്നത്. അതായത് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് എത്രയാണ്, 1 രൂപയാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന റിവാർഡ് 0.5 പൈസയാണ്. അത് 1:0.5 ആണ് നമ്മുടെ റിസ്ക് ടു റിവാർഡ് എന്ന് പറയുന്നത്. ഈ സമയം നമ്മൾ 100 രൂപ കൊടുത്തിട്ട് നമുക്ക്
200 രൂപയിൽ നമ്മൾ വിറ്റപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് 1 രൂപയ്ക്ക് നമുക്ക് എന്ത് കിട്ടി, 1 രൂപ തിരിച്ച് കിട്ടി. അതായത് 1:1 ആണ് ഇവിടെ നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു കൂട്ടരുണ്ട്, അവർ സ്റ്റോപ്പ് ലോസ് എന്ന സാധനം കൺസിഡർ ചെയ്യും. അതായത് നമ്മൾ 100 രൂപ കൊടുത്ത ഒരു സാധനം നമ്മൾ സ്റ്റോപ്പ് ലോസ് 95 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചു, അപ്പം നമ്മൾ വിൽക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. പക്ഷേ എന്താണ്, നമ്മൾ 110 രൂപയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ 5 രൂപ, അതായത് 5 rupees ലോസ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ ഈ 5 രൂപയ്ക്ക് നമുക്ക് കിട്ടിയത് എത്ര രൂപ ലാഭമാണ്, 110 രൂപ, അതായത് 10 രൂപ കിട്ടി. അപ്പോൾ അവിടുത്തെ റേഷ്യോ എന്ത് വന്നു, 1:2 എന്ന് വന്നു. ഓക്കെ, അതാണ് റിസ്ക് ടു റിവാർഡ്, അതായത് R മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 3 രീതിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഫിറ്റിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഒന്ന് മണിയുടെ ബേസിൽ, ഒന്ന് പെർസെൻറ്റേജ് ബേസിൽ, പിന്നെ വരുന്നത് R മൾട്ടിപ്പിൾ റിസ്ക് ടു റിവാർഡ് എന്ന റേഷ്യോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എമൗണ്ടിനെ, നമ്മുടെ ട്രേഡിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണ് കോമൺ ട്രേഡിംഗ് ടെർമിനോളജീസ് എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയും, നമ്മളൊരു ലോങ് എടുത്തു അല്ലെങ്കിൽ ഷോർട്ട് എടുത്തു. അപ്പോൾ പറയുന്നത് ലോങ് ഷോർട്ട് എന്ന് പറയുന്നത് എന്താ, ഒരു ടെർമിനോളജിയാണ്. അതുപോലെ തന്നെ വേറെ അടുത്ത വരുന്നതാണ് ബിഡ് ഓർ ആസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ടേമാണ് സ്പ്രെഡ്. അപ്പോൾ എന്താണ് ലോങ് ആൻഡ് ഷോർട്ട്, എന്താണ് ബിഡ് ആൻഡ് ആസ്ക്, എന്താണ് സ്പ്രെഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ ഞാൻ ലോങ് പൊസിഷൻ എടുത്തു അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷനൊക്കെ എടുത്തു എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ശരിക്കും മാർക്കറ്റിൻ്റെ ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലോങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താ, നമുക്കൊരു പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, അതിൻ്റെ പ്രൈസ് മേലേക്ക് പോകുമ്പോൾ, നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് മേലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, അവിടെ പ്രോഫിറ്റ് കിട്ടുക. അതായത് 100 രൂപയുടെ ഒരു ഷെയർ നമ്മൾ വാങ്ങിച്ചത് 200 രൂപയായെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, 100 rupees പ്രോഫിറ്റ് കിട്ടി. അതാണ് എന്ത് പറയുന്നത്, ഒരു ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഷോർട്ട് ഉണ്ട്. ഷോർട്ട് എന്ന് പറയുന്നത് എന്താ, പ്രൈസ് താഴോട്ട് പോകുമ്പോഴാണ് എന്ത്, നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 100 rupees'ുള്ളൊരു നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബോറോ ചെയ്യുകയാണ്. ആരുടെ കയ്യിൽ നിന്ന്, അത് ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യുകയാണ്. അതിൻ്റെ പ്രൈസ് എത്രയായിട്ട് കുറഞ്ഞു, 90 rupees ആയിട്ട് കുറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണത്, പിന്നെ അത് സെല്ല് ചെയ്യണം, അതായത് ബ്രോക്കർക്ക് തിരിച്ചു കൊടുക്കുകയാണ് അല്ലേ. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ, നമ്മുടെ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, അവിടെ 10 rupees നമുക്ക് എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. ഇതാണ് ഒരു ലോങ്ങും ഒരു ഷോർട്ടും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ബിഡ്, അതേപോലെ ആസ്ക് എന്ന് പറയുന്ന ടെർമിനോളജി. നമ്മുടെ ട്രേഡിങ്ങിന് കേസ് എടുക്കുമ്പോൾ നമുക്ക് 2 കീ പ്രൈസസ് ആണുള്ളത്. ഒന്ന് ബയ്യറിൻ്റെ പ്രൈസ്, ഒന്ന് സെല്ലറിൻ്റെ പ്രൈസ്. അപ്പോൾ ആസ്ക് എന്ന് പറയുന്നത് എന്താ, ബൈ ചെയ്യാൻ പോകുന്ന പ്രൈസാണ്. ബിഡ് എന്ന് പറയുന്നത് സെല്ല് ചെയ്യാനുള്ള പ്രൈസാണ്. ഇനി അടുത്ത് വരുന്ന ടെർമിനോളജിയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രെഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഡിഫറൻസ് ബിറ്റ്വീൻ ബിഡ് ആൻഡ് ആസ്ക്. കണ്ടല്ലോ, അതായത് ബിഡിൻ്റെയും ആസ്കിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്താ പറയുന്നത്, സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ആദ്യമേ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ വാങ്ങിക്കുന്നത് നമുക്കൊരു എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ബ്രോക്കർ ഉണ്ട്, ആ ബ്രോക്കർ വഴിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ ടൈപ്പ് ഓഫ്, എങ്ങനെയാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് അതിനെ മെയിൻലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്, അതുപോലെ സ്റ്റോപ്പ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു മാർക്കറ്റ് ഓർഡർ നമുക്ക് നോക്കാം, എന്താണ് ഒരു ലിമിറ്റ് ഓർഡർ നോക്കാം, എന്താണ് ഒരു സ്റ്റോക്ക് ഓർഡറും അതേപോലെ സ്റ്റോപ്പ് ലോസ് ഓർഡറും നമുക്ക് നോക്കാം. ഫസ്റ്റ് മാർക്കറ്റ് ഓർഡർ എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതാണ് എന്ത്, മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 rupees ആണ്. ഇപ്പം നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ കൊടുക്കുകയാണ്, എത്ര രൂപയ്ക്ക്, 100 rupees'ന് തന്നെ. അതാണ് എന്ത്, മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ട്രേഡ് നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് മൊമെൻ്റത്തിലാണെങ്കിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നത് കറക്റ്റ് പ്രൈസിലാണ്. അപ്പം നമുക്കതെന്താ, അത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന ട്രേഡിൽ എന്താ ചെയ്തു, ഒരു താഴോട്ട് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കൊടുത്ത പ്രീമിയം എന്നാണ് നമുക്ക് അവിടെ നഷ്ടമാണ് മാർക്കറ്റ് ഓർഡറിൽ നമുക്ക് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് ഓർഡർ കണ്ടല്ലോ, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ വാങ്ങിക്കുകയാണ്. പക്ഷേ ലിമിറ്റ് ഓർഡറിൻ്റെ കേസിൽ നമ്മളിപ്പോൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ താഴോട്ട് വരാൻ, ഈ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 100 rupees എന്നുള്ള ഷെയർ 95 rupees'ലേക്ക് വരും എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പം നമ്മൾ ബ്രോക്കറിനോട് പറഞ്ഞു, നമുക്ക് ഈ കറണ്ട് പ്രൈസിൽ വേണ്ട, നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ ഈ സ്റ്റോക്ക് ആവശ്യമില്ല, നമുക്ക് എന്ത് മതി, ലിമിറ്റ് പ്രൈസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് 95 rupees ആണ്. അപ്പോൾ ആ പ്രൈസിൽ ഈ
ഈ സ്റ്റോക്ക് വരുമ്പോൾ എനിക്ക് ഈ സ്റ്റോക്ക് വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓർഡർ ബ്രോക്കറിന് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അസ്യൂം ചെയ്ത പോലെ തന്നെ സ്റ്റോക്ക് താഴോട്ട് വരെങ്കിൽ നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്, നമുക്ക് അവിടെ ചീപ്പർ പ്രൈസിന് സ്റ്റോക്ക് കിട്ടുകയാണ്. അല്ല, ഇതൊരു സ്റ്റോക്ക് മൊമെൻറ്റത്തിൽ പോകുന്ന സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം 95 റുപ്പീസിന് കുറച്ച് വെയിറ്റ്, പക്ഷേ അത് കൂടി അങ്ങ് 110 രൂപയും 115 രൂപയായെങ്കിൽ നമ്മൾ ആ 95 റുപ്പീസിന് ഓർഡർ കൊടുത്തിരിക്കുക ഉണ്ടാവുള്ളൂ. നമുക്ക് എന്ത് ചെയ്യും, ആ ട്രേഡ് മിസ്സാവും. അതാണ് ലിമിറ്റ് ഓർഡറിൻ്റെ ഒരു നല്ലതും ചീത്തയും കാര്യം എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ഓർഡറാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത് വരുന്നത് സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയും. സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആവാൻ പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഒരു കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ 100 റുപ്പീസിൽ എന്താണ്, നമുക്കറിയാം അതിൻ്റെ ബ്രേക്ക് ഔട്ട് തരും. അപ്പം നമ്മളത് കുറച്ച് നല്ലൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഒരു 100, 105 വെയിറ്റ് ചെയ്തിട്ട് ആ പ്രൈസിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ് എന്ത്, സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ എന്താണ്, അതിൻ്റെ ഒരു നല്ല കാര്യം, ഇപ്പം മൊമെൻറ്റത്തിലിരിക്കുന്ന ഒരു ട്രേഡ് ആണെങ്കിൽ എന്താണ്, നമുക്ക് അത്രയും ലാഭം ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ടാണ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിന് ലോസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ തുടർന്ന് വരുന്ന സെക്കൻഡ് പാർട്ട് വീഡിയോ മിസ് ചെയ്യാതെ കാണുക.